ബ്രോ 2 ദിവസം മുമ്പേ ടൈപ്പിലൊരു മെസ്സേജ് വന്നായിരുന്നു. ബ്രോ ശ്രദ്ധിച്ചോന്നറിയില്ല. അതായത് ഒരു കെയർ ഹോമിലെ ഒരു മെസ്സേജ് അല്ലേ ബ്രോ? എക്സാക്ട്ലി. നമ്മൾ ഇമ്പോർട്ടന്റ് എന്നിട്ടിരുന്ന ഒരു ഒരാൾ ഫോർവേഡ് ചെയ്തത് ഇതിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട്. എക്സാക്ട്ലി അത് തന്നെ സാധനം. അപ്പൊ ആ വീഡിയോ കണ്ടോ ബ്രോ? ഞാൻ വീഡിയോ കണ്ടില്ല ബ്രോ. ഞാൻ അത് ഞെക്കി നോക്കിയപ്പോൾ തന്നെ അത് സംഗതി പ്ലേ ആവുന്നില്ലായിരുന്നു. ശരി, ഞാനത് കണ്ടു നോക്കി ബ്രോ. അപ്പോൾ അത് അതായത് കെയർ ഹോം കഥകൾ എന്നാണ് അതിൻ്റെ ഹെഡിങ് ഇട്ടിരിക്കുന്നത്. മാത്രമല്ല ടു ബി കണ്ടിന്യൂഡ് എന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വ്ളോഗ് പോലെ എന്തോ ഒരു കൺസെപ്റ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഏതൊരു മലയാളി ലേഡിയാണ്. അപ്പം പുള്ളിക്കാരി കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന ഒരാളാവാം, അല്ലെങ്കിൽ എക്സ് വർക്ക് ചെയ്തിട്ടിരുന്ന ഒരാളായിരിക്കാം. അപ്പോൾ അതിലുള്ള കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഫണ്ണി ആയിട്ട് അവർ പറയുന്ന കാര്യങ്ങളായിട്ടാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ അതിൽ അവർ പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ മലം ഉൾപ്പെടെ ചോക്ലേറ്റ് പോലെ കൈകളിലൊക്കെ ആക്കി അതിനെ വരെ ഇങ്ങനെ കഴിക്കുന്നു എന്ന് പറഞ്ഞ് അതിനെ ഭയങ്കര ഒരു തമാശയായി ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് വന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ആ പുള്ളി നമ്മളോട് ചോദിച്ചത്, ഇതിനെക്കുറിച്ച് നമ്മുടെ അഭിപ്രായം എന്താണെന്ന്. അപ്പോൾ ആദ്യം ബ്രോയോട് എനിക്ക് ചോദിക്കാനുള്ള ഇങ്ങനൊരു കണ്ടന്റാണ് അതിൽ വന്ന സാരാംശം. അപ്പോൾ എന്താണ് ബ്രോയ്ക്ക് ഇതിൽ പറയാനുള്ളത്? ഇപ്പം നമ്മളിപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പം പ്രൈവറ്റ് ആയിട്ടുള്ള ചാറ്റുകളിൽ ഇപ്പം ഞാൻ നിങ്ങളോട് ഇരിക്കുന്നു, കൂട്ടുകാർ 3-4 പേര് ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കാറുണ്ട്. എന്ന് വെച്ചാൽ അത് നമ്മുടെ ഒരു ടെൻഷൻ റിലീവർ ആവാം, ഫണ്ണി ആയിട്ടുള്ള കോൺവെർസേഷൻ ആവാം, എന്തും ആവാം. അത് ഡിപ്പെൻഡ്സ് ഓൺ ആരാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നതനുസരിച്ച്. ചിലപ്പോൾ നമ്മളിങ്ങനെ ഹോസ്പിറ്റലിലെ ഫണ്ണി ആയിട്ടുള്ള വളരെ ഇതായിട്ടുള്ള കഥകൾ നമ്മൾ പറഞ്ഞ് ചിരിക്കാറുണ്ട്. ബട്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മൾ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീഡിയോയിലൂടെയൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്താണ് കെയറിങ്, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കെയറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെ കെയർ ചെയ്ത് മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും കെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ജോലിയിൽ നമ്മൾ പൂർണ്ണമായിട്ടും അതിൽ ഇതോടുകൂടി ചെയ്യുന്നു. തിരിച്ചു വന്നിട്ട് ഇങ്ങനെ പബ്ലിക്കിനോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്, അതായത് ഞാൻ ചെയ്തത്, അവർ ചെയ്തത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കളിയാക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 100% അതൊരു ഒഫൻസ് തന്നെയാണ്. ഇത് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഇപ്പം എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഇത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാരണ്ടീഡ് ആയിട്ട് ഇറ്റ്സ് എ ഗ്രേറ്റ് ഒഫൻസ്. കാരണം ഇതൊരു മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു എവിഡൻസ് ആണ്. നമ്മൾ തന്നെ പലപ്പോഴും ടൈപ്പിലിരുന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ, കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും കുറച്ച് റെസ്പോൺസിബിൾ ആയിട്ട് സംസാരിക്കണം. തീർച്ചയായും. ഇപ്പൊ തന്നെ നമുക്കറിയാം ചെറുത്താൻ എന്ന് പറയുന്ന ആൾ ഭാഗത്താണ്. കാരണം എന്താണ്, നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്കൊരു ഒരു ഉത്തരവാദിത്വം നമ്മൾ എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അഭിപ്രായം എന്തുവേണമെങ്കിലും പറയാം, നമ്മൾ ഇഷ്ടം പോലെ നമുക്ക് ഇഷ്ടമുള്ള അഭിപ്രായം പറയും. പക്ഷേ അത് നമ്മളൊരു പേഷ്യന്റിനെ പബ്ലിക്കായിട്ട് കളിയാക്കുന്ന തരത്തിൽ അവർ മലമെടുത്തിട്ട് തിന്നുന്നു എന്നൊക്കെ അവർ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരെന്തുകൊണ്ട് അത് ചെയ്യുന്നു എന്നുള്ളതിലാണ് പ്രസക്തി അല്ലേ. അപ്പൊ അത് മനസ്സിലാക്കി ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ ബ്രോ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു 4 നഴ്സുമാർ അല്ലെങ്കിൽ 4 കെയർ ഹോം വർക്കേഴ്സ് ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ, ഇറ്റ് മേക്ക് സെൻസ്, നിങ്ങളുടെ ഇടയിലുള്ള ഒരു ഫൺ കോൺവെർസേഷൻ. അപ്പം നേരെ മറിച്ച് വേറൊരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർ എനിക്ക് ചിലപ്പോൾ ഇതൊന്നും വളരെ ഒരു കൺവിൻസിങ് ടോക്കായിട്ട് തോന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് നോട്ട് ഫീൽ കംഫർട്ടബിൾ ആസ് വെൽ. അപ്പം ഇങ്ങനെ നിങ്ങൾ തന്നെ ഒരു കസ്റ്റമർ ആണെന്ന് വെച്ചോ, യു വർക്ക് ഇൻ കസ്റ്റമർ കെയർ, നിങ്ങൾ മാനേജർ ആയിരുന്നു. നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ കെയറിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരാളിനെ ട്രീറ്റ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. തീർച്ചയായും. പിന്നെ അവിടെ ഈ പറയുന്ന പോലെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അതോടൊപ്പം നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഈ കമ്പനിയെ കുറിച്ച് മോശമായ തരത്തിൽ എന്തെങ്കിലും അഭിപ്രായം ഇല്ല, ഒരിക്കലും പറയില്ല. നമ്മൾ പറയാൻ പാടില്ല. കാരണം അത് നമ്മുടെ ഇപ്പോൾ അതാണ് ഞാൻ പറയാൻ വന്നത് ബ്രോ, വർക്കിലുള്ള പല കാര്യങ്ങളും ഷെയർ ചെയ്യേണ്ട ഒരു സാധനമല്ല. സ്പെഷ്യലി പ്ലാറ്റ്ഫോമിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രൈവറ്റ് ടോക്സിൽ എന്തും ആരും പറയും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലോട്ട് ഇടുമ്പോൾ യു ഹാവ് ടു തിങ്ക് അല്ലെ, അറ്റ്ലീസ്റ്റ് ട്വൈസ് ബിഫോർ യു പോസ്റ്റ് ഇറ്റ്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു അതൊരു പ്രശ്നം തന്നെയാണ്. തീർച്ചയായിട്ടും ഐഡന്റിഫയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും കഴിയുന്നത് എവിടെയും ഇടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. അല്ല, ഇതിന്റെ ഒരു കാര്യം വേറൊരു കാര്യം കൂടെ ഒന്ന് ആഡ് ചെയ്തോട്ടെ ബ്രോ. ആ കമന്റിൽ ആ പറഞ്ഞ നമുക്ക് മെസ്സേജ് ഇട്ട പുള്ളി എന്തോ ചാറ്റ് ചെയ്തപ്പോഴും അവരതിനെ ഒരു വിഷയമല്ല എന്നുള്ള രീതിയിലാണ് റെസ്പോണ്ട് കൊടുത്തതും അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ മേ ബി ദേ ആർ നോട്ട് അവെയർ ഇതൊരു വലിയ പ്രശ്നമാണെന്ന്. ഇതൊരു ഫണ്ണി കോൺവെർസേഷൻ ആയിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. ബട്ട് അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുന്നിടത്തുള്ള പ്രശ്നമാണ് അല്ലേ. നമ്മൾ കെയർഫുൾ ആണ്. ഇപ്പം അവരെ കുറ്റം പറയുക എന്ന് പറഞ്ഞാൽ എനിക്ക് അവരെ സാഹചര്യം അറിയില്ല, അവരെന്ത് ഇതിലാണ് പറഞ്ഞത് തീർച്ചയായും ഒന്നും നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഞാനിപ്പോൾ തന്നെ എൻ്റെ ജോലിയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ പല ഫ്രസ്ട്രേഷൻ, കാരണം ഒരു ദിവസം തന്നെ എത്രയോ പേഷ്യൻസും പല ആൾക്കാരുമായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. പല ഫ്രസ്ട്രേഷൻസ് നമുക്ക് വരും. അപ്പോൾ ഇതിൻ്റെ എല്ലാം നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് പറയും, മനസ്സിൽ തോന്നുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ ജോലി അവിടെ തെറിയും. തീർച്ചയായും 100%.
കഴിവതും നമ്മൾ അവിടെ അതിനെ മനസ്സിലാക്കുക. ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് അവർ ഇങ്ങനെ കാണിക്കുമ്പോൾ എൻ്റെ അമ്മയൊക്കെ ആവാം നാളെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാം, പറയാൻ പറ്റില്ല അല്ലേ? എക്സാക്ട്ലി. എനിക്കാവാം, എൻ്റെ അമ്മയ്ക്ക് വേണമെന്നില്ല, എനിക്കാവാം നാളെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുക എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു പെർസ്പെക്റ്റ് മാറും. ഇത് പലപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നിടത്ത് നമുക്ക് മാക്സിമം എന്താ പറയുക അറ്റൻഷൻ കിട്ടുക എന്നുള്ളത് എങ്ങനെ നേടാമെന്നാണ് എല്ലാവരും ചെയ്യുന്നത്, നമ്മൾ ഉൾപ്പെടെ എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ അതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ ചെയ്യുന്നിടത്താണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും പണികളായിട്ട് വരുന്നത്. അതെ, ഇത് മാത്രമല്ല ബ്രോ, ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ പബ്ലിക്കിൽ നിങ്ങൾ പറഞ്ഞത് കൊണ്ട് എനിക്ക് തോന്നിയൊരു ഒപ്പീനിയനാണ്, അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പണി വിടുക, ഡു സംതിങ് എൽസ്, യുനോ ഇഫ് യു ആർ നോട്ട് ഹാപ്പി വിത്ത് ഇറ്റ് ലീവ് ദ ജോബ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ജോലി ചെയ്തിട്ട് അതിലിരുന്ന് ഇപ്പോൾ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ ജോലികൾക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത് വന്ന് പറയുമ്പോൾ ഇതിൽ ഒരുപാട് വേർതിരിവുകൾ, അതാണ് ഞാൻ പറയുന്നത്, ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കമൻസിൽ പൊതുവെ വരുന്നൊരു മറ്റേ സാരി വിസ മറ്റത് മറിച്ചത്, അതിൻ്റെ ഇടയിൽ വരുന്നൊരു കോമൺ കമൻറ്റാണ് അവിടെ പോയി അപ്പി വരാൻ. അല്ല, ഇത് നമ്മൾ കേൾക്കുന്നതും വായിക്കുന്നതുമായ ഒരു കമൻറ്റാണ്. ഈ കമൻറ്റിന് ഫീഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആയി മാറുകയാണ് ഇതൊക്കെ. അതായത് കണ്ടോ, ഇതാണ് ഞങ്ങൾ പറയുന്നത്. ഇരുന്നിട്ട് നമ്മൾ കിടന്നിട്ട് മുകളിലോട്ട് തുപ്പിട്ട് ആ തുപ്പലൊന്നും നമ്മുടെ ദേഹത്തോട്ട് വീഴുന്ന അവസ്ഥയാണ് എന്ന് പറയുന്ന ഒരു ഇതാണ്. എക്സാക്ട്ലി. അപ്പോൾ ഈ നാട്ടിൽ ഈ ഏത് ജോലി ചെയ്യുന്നവനും റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു രാജ്യമാണ്. അതുപോലെ അത് പോയിക്കൊണ്ടിരുന്നതാണ്. ഇനി നമ്മളായിട്ട് ഇതിനെ ഇങ്ങനെ ആക്കി ഇത് സ്വയം നമ്മൾ തന്നെ ഈ പറഞ്ഞ പോലെ തുപ്പിയിടുന്ന അവസ്ഥയാക്കാതിരിക്കുക. അല്ല, നിങ്ങൾക്ക് ഒരു ജോലിക്ക് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ എൻവയോൺമെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങൾക്ക് ഈ ജോലി ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വന്നിരുന്ന് പറയണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആ ജോലി വിടുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. എക്സാക്ട്ലി. വാട്ട് എവർ ഇറ്റ് മേ ബി, ആ ജോലി വിടുക. അഥവാ നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ അവിടെ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ജോലിയിലുള്ള കുറേ കാര്യങ്ങൾ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. തീർച്ചയായും. ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മളിവിടെ ആരും പഠിപ്പിക്കാനൊന്നുമല്ല വന്നിരിക്കുന്നത്. അൾട്ടിമേറ്റ്ലി നമ്മൾ ജീവിക്കുന്നത് ഒരു ഡെവലപ്ഡ് കൺട്രിയിലാണ് ഇപ്പോഴും. ആ ഡെവലപ്ഡ് കൺട്രിയിൽ സെറ്റ് ഓഫ് നോംസ് ആൻഡ് റൂൾസ് ഇവിടെ ഉണ്ട്. അത് പാലിക്കേണ്ടത് എല്ലാ ആൾക്കാരുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. അപ്പം എന്തായാലും ഇനി നിങ്ങളിലേക്ക് വിടുകയാണ്. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റുകളായിട്ട് ഇടുക. അപ്പോൾ എന്താ അഭിപ്രായം പറയാം, കുഴപ്പമില്ല. പക്ഷെ ഒഫൻസീവായിട്ട് വൃത്തികെട്ട അല്ലേ പേഴ്സണൽ അറ്റാക്കുകൾ ഇട്ട് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യേണ്ട അവസ്ഥയാകും. അപ്പോൾ എനിവേ, താങ്ക് യു സോ മച്ച്.